ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പത്തിരിക്ക് കുറച്ച് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, അതുപോലെ മുളക് കീറിയത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് തേങ്ങാക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അണ്ടിപ്പരിപ്പും കൂട്ടിയിട്ടൊന്ന് വറുത്ത് എടുക്കാം. ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ സവോളയും ഉപ്പും ഇട്ടിട്ട് വഴറ്റട്ടോ. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതൊന്നുകൊണ്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ പെട്ടെന്നാവും. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കനിൽ തോലോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വെളുത്തുള്ളി ചതക്കിയത്, ഇഞ്ചി ചതക്കിയത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പൊടികളാണ് വേണ്ടത്: ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. എന്നിട്ട് തിളച്ച വെള്ളമില്ലേ അതിൽ ഒഴിക്കുക. ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായി അതിൻ്റെ മസാല ഒക്കെ അതിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ച കോഴിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കുക. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പൊരിച്ച വെളിച്ചെണ്ണല്ലേ അതിൽ തക്കാളിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കീറിയതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിങ്ങനെ തന്നെ ചെയ്താൽ മതി, എപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഈ പൊരിച്ച കോഴിക്ക് ഒന്നും കൂടെ കുറച്ചുകൂടി വെള്ളം വേണം. നീല മസാല ഒക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. ചൂടുള്ള വെള്ളം തന്നെ നന്നായി ഒഴിച്ച് എല്ലാ മസാലയും എല്ലാ ചിക്കൻ്റെ മേലേക്ക് പിടിക്കാവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് വെക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ തക്കാളി ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വന്ന് ആ മസാല ഒക്കെ അതിലൊന്ന് പിടിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തക്കാളി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ പത്തിരിക്കുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. റംദാൻ കരീം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.